മേയറുമായുള്ള പ്രശ്നത്തിന് ശേഷം KSRTCയുടെ കസ്റ്റഡിയിലായിരുന്നു ബസ്. ഇങ്ങനെ ഒരു ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇത് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് താൻ പറഞ്ഞിരുന്നു. ഇനി ബസ് തന്നെ കാണാതാകുന്ന അവസ്ഥ വരും എന്നും ഡ്രൈവർ യദു പറഞ്ഞു. DVR കൂടെ കണ്ടെത്തിയിരുന്നു. പക്ഷേ DVRൽ ദൃശ്യത്തിൽ കൂടിയാണ് വരുന്നത്. ആദ്യം പോലീസ് ഓഫീസറുടെ പ്രതികരണത്തിലേക്ക്. 64 GB മെമ്മറി കാർഡ് ഉണ്ടാവേണ്ടതാണ് ഈ പർട്ടിക്കുലർ. അതെ, കേടല്ല, കാണുന്നില്ല, അതിനകത്ത് കാണുന്നില്ല. ആ പർട്ടിക്കുലർ കാർഡ് കാണുന്നു. ശരി, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിക്കുന്നത്. മെമ്മറി കാർഡ് കാണാനില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. DVR കണ്ടെത്തിയെങ്കിലും അതിലെ മെമ്മറി കാർഡ് കാണാത്തത് കൊണ്ട് തന്നെ ദൃശ്യങ്ങളൊന്നും അതിൽ പതിഞ്ഞിട്ടുണ്ടാവുകയില്ല. മെമ്മറി കാർഡിൽ നിന്ന് ദൃശ്യങ്ങൾ കണ്ടെത്തി ഈ കേസിൽ തെളിവുണ്ടാക്കാമെന്നുള്ള പോലീസിന്റെ ഒരു നീക്കം അത് അവസാനിക്കുകയാണെന്ന് കൂടി മനസ്സിലാക്കണം. എന്തായാലും നേരത്തെയാണ് ബസ്സിലെ ഡ്രൈവർ യദു ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ യദു, ഈ പുതിയ സാഹചര്യത്തിൽ ഏറ്റവും നിർണായകമായിരുന്ന വിവരങ്ങൾ ലഭിക്കേണ്ടിയിരുന്ന CCTV ദൃശ്യങ്ങൾ തേടുമ്പോൾ അതിന്റെ മെമ്മറി കാർഡ് മിസ്സിംഗ് ആണ് എന്നാണ് പോലീസ് പറയുന്നത്. എന്താണ് താങ്കൾക്കുള്ള അറിവ്? എനിക്കറിയത്തില്ല, ഞാൻ ഡ്രൈവറല്ലേ. അവിടെ PMDയും ബാക്കിയുള്ളവരെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്നൊക്കെ പറഞ്ഞേ. ഓക്കെ, ഒന്നല്ല മൂന്ന് ക്യാമറകളുണ്ട്. പക്ഷെ അതിന്റെ ഒന്നും ദൃശ്യങ്ങൾ ലഭിക്കാൻ നിർവാഹമില്ല. മെമ്മറി കാർഡ് വർക്ക് ചെയ്യാത്തതല്ല, അത് മിസ്സിംഗ് ആണ്. അത് എവിടെ പോയി എന്ന് അറിയില്ല എന്നാണ്. ആരെങ്കിലും അടിച്ചു മാറ്റിയായിരിക്കും, പാർട്ടിയിലുള്ള ആരെങ്കിലും കൊണ്ടുപോയിക്കും. താങ്കൾക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംശയം ഉയർന്നത്? എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? ഈ സംശയം തോന്നുന്നത് ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ച തന്നെ. വീഡിയോ ഉണ്ടെന്ന് പറയുകയും പിന്നെ അവസാനം പോവുകയൊക്കെ ചെയ്യും. അവരുടെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടാണ്. അവര് പല രീതിയിലും ഇതൊക്കെ താങ്കൾ ഈ ബസ് ഓടിക്കുന്ന സമയത്ത് ഈ ക്യാമറ വർക്കിംഗ് ആയിരുന്നു? അത് വർക്കിംഗ് ആയിരുന്നല്ലോ, റെക്കോർഡിംഗ് ഉണ്ടായിരുന്നല്ലോ അതില്. ഓക്കെ, അത് താങ്കൾക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. ബാക്ക് വീഡിയോ കാണാം, ഫ്രണ്ട് വീഡിയോ കാണാം, അകത്തുള്ള വീഡിയോ കാണാമായിരുന്നു. ആ ഒരു സ്ക്രീന് ഫ്രണ്ടിലുണ്ട്, അതിൽ കാണാമായിരുന്നു. ഓക്കെ, വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ പിന്നീട് ഈ ക്യാമറ വർക്കിംഗ് ആയിരുന്നു, പക്ഷെ അതിന്റെ ദൃശ്യങ്ങൾ ലഭിക്കാൻ നിർവാഹമില്ലാത്തൊരു അവസ്ഥ, അത് മിസ്സിംഗ് ആണ്. അങ്ങനെയെങ്കിൽ ഇത് ബോധപൂർവം മാറ്റിയതായിരിക്കാനുള്ള സാധ്യത തന്നെയാണ് താങ്കൾ കാണുന്നത്. ബസ്സിലെ ഡ്രൈവർ യദു ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ യദു, ഈ പുതിയ സാഹചര്യത്തിൽ ഏറ്റവും നിർണായകമായിരുന്ന വിവരങ്ങൾ ലഭിക്കേണ്ടിയിരുന്ന CCTV ദൃശ്യങ്ങൾ തേടുമ്പോൾ അതിന്റെ മെമ്മറി കാർഡ് മിസ്സിംഗ് ആണ് എന്നാണ് പോലീസ് പറയുന്നത്. എന്താണ് താങ്കൾക്കുള്ള അറിവ്? എനിക്കറിയത്തില്ല, ഞാൻ ഡ്രൈവറല്ലേ. അവിടെ PMDയും ബാക്കിയുള്ളവരെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്നൊക്കെ പറഞ്ഞേ. ഓക്കെ, ഒന്നല്ല മൂന്ന് ക്യാമറകളുണ്ട്. പക്ഷെ അതിന്റെ ഒന്നും ദൃശ്യങ്ങൾ ലഭിക്കാൻ നിർവാഹമില്ല. മെമ്മറി കാർഡ് വർക്ക് ചെയ്യാത്തതല്ല, അത് മിസ്സിംഗ് ആണ്. അത് എവിടെ പോയി എന്ന് അറിയില്ല എന്നാണ്. ആരെങ്കിലും അടിച്ചു മാറ്റിയായിരിക്കും, പാർട്ടിയിലുള്ള ആരെങ്കിലും കൊണ്ടുപോയിക്കും. താങ്കൾക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംശയം ഉയർന്നത്? എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? ഈ സംശയം തോന്നുന്നത് ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ച തന്നെ. വീഡിയോ ഉണ്ടെന്ന് പറയുകയും പിന്നെ അവസാനം പോവുകയൊക്കെ ചെയ്യും. അവരുടെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടാണ്. അവര് പല രീതിയിലും ഇതൊക്കെ താങ്കൾ ഈ ബസ് ഓടിക്കുന്ന സമയത്ത് ഈ ക്യാമറ വർക്കിംഗ് ആയിരുന്നു? അത് വർക്കിംഗ് ആയിരുന്നല്ലോ, റെക്കോർഡിംഗ് ഉണ്ടായിരുന്നല്ലോ അതില്. ഓക്കെ, അത് താങ്കൾക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. ബാക്ക് വീഡിയോ കാണാം, ഫ്രണ്ട് വീഡിയോ കാണാം, അകത്തുള്ള വീഡിയോ കാണാമായിരുന്നു. ആ ഒരു സ്ക്രീന് ഫ്രണ്ടിലുണ്ട്, അതിൽ കാണാമായിരുന്നു. ഓക്കെ, വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ പിന്നീട് ഈ ക്യാമറ വർക്കിംഗ് ആയിരുന്നു, പക്ഷെ അതിന്റെ ദൃശ്യങ്ങൾ ലഭിക്കാൻ നിർവാഹമില്ലാത്തൊരു അവസ്ഥ, അത് മിസ്സിംഗ് ആണ്. അങ്ങനെയെങ്കിൽ ഇത് ബോധപൂർവം മാറ്റിയതായിരിക്കാനുള്ള സാധ്യത തന്നെയാണ് താങ്കൾ കാണുന്നത്. ഉണ്ട്, ബോധപൂർവം.